ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ്. അത് റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, അപ്പോൾ എന്തുമാവാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. കുറേയധികം എനർജീസ് ഉള്ളതുകൊണ്ട് ഒരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ അതിനോട് ഇവിടെ പൈലൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ രാത്രികാലങ്ങളിലെ സിറ്റുവേഷൻ എന്താണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. രാത്രികാലങ്ങളിലെ നിങ്ങളുടെ ചിന്താഗതി. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു സെക്ഷൽ അഡിക്ഷൻ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നു. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് നമുക്ക് ഈ ഒരു ഫേസിലോട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഭയങ്കരമായിട്ടും ഉള്ളൊരു ആരെടുത്തൊരു സെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ മസ്റ്റർബേഷൻ ചെയ്യുന്നതായിരിക്കാം നിങ്ങൾ. അല്ലെന്നുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഇൻബോൺ സെക്ഷൽ അഡിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടത്, എവിടെ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്, ആരിൽ നിന്നും നിങ്ങൾ രാത്രി കാലങ്ങളിൽ അത് ആഗ്രഹിച്ചു പോകുന്ന വ്യക്തികളായിട്ടും ഭയങ്കരമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാമത്തിൻ്റെ ഒരു എഫക്റ്റ്, കാമത്തിൻ്റെ ശക്തി ഭയങ്കരമായിട്ടും ചെറിയൊരു എഫക്റ്റ് ഭയങ്കരമായിട്ടും അബോധാവസ്ഥയിലോട്ട് എത്തിക്കുന്ന കുറേയധികം ആൾക്കാരെയും കാണാൻ പറ്റും. ഫീൽ ചെയ്യുന്നുണ്ട്, അത് ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എബിലിറ്റി വേണം എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങളുടെ സോളിൻ അത് ആവശ്യപ്പെടുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷനിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം, ഫിനാൻസിലായിരിക്കാം. അങ്ങനത്തുള്ള കാര്യങ്ങൾ കുറേയധികം ആൾക്കാർ രാത്രി കാലങ്ങളിൽ കാണാൻ പറ്റുന്നു. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജി ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടാമത്, ഈ വ്യക്തികൾ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആലോചിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് റെക്കഗ്നൈസേഷൻ റിവാർഡ്, നിങ്ങൾ ആഗ്രഹിക്കും വിധം അല്ലെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വിധമുള്ള ഒരു റെക്കഗ്നൈസേഷൻ ആൾക്കാർ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിവാർഡ്, നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതിൽ കുറേയധികം ആൾക്കാർ രാത്രികാലങ്ങളിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മെച്ചം ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ ലൈഫിലൊരു കൂടുതലധികം ആൾക്കാർക്കും ഒരു ഒരു ഉദയം ഉണ്ടാവുന്നില്ല, മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവിതമല്ല നിങ്ങളിപ്പോൾ ജീവിച്ച് തീർക്കുന്നത്. പക്ഷേ വിധിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാർക്ക് ആഗ്രഹങ്ങളും കുറേയധികം സിറ്റുവേഷൻസും ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള റെക്കഗ്നൈസേഷൻ, റിവാർഡ് ഒന്നും കിട്ടാത്തതിൽ ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, വിഷ്വൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകണം, ഇത് കാണണം എന്നൊക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അർഹിതമായിട്ടുള്ള റെക്കഗ്നൈസേഷൻ റിവാർഡിലോട്ട് എത്തണം എന്നുണ്ടെങ്കിലും അതിലോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടും സീനാവുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ എനർജി കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയധികം ആൾക്കാർക്ക് റിലേഷൻഷിപ്പിലുള്ള എനർജി. കോൾ ചെയ്യുക, രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ട് കോൾ ചെയ്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുക, ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തിയെ, നിങ്ങൾ റിയലായിട്ട് ഏതൊരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട്, ഈ വ്യക്തിയുമായിട്ടുള്ളൊരു കോളിങ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വിളിക്കുന്നു, ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പുമായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾ ഭയങ്കരമായിട്ടും ഉയർത്തിയെടുക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് രാത്രികാലം കുറേയധികം ആൾക്കാരെയും കാണാൻ പറ്റുന്നത്. പുതിയൊരധികം റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് കണക്ഷൻ ആവുന്ന കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഈ വ്യക്തിക്ക് വേണ്ടി പൈസ ചിലവാക്കും, ഈ വ്യക്തിക്ക് വേണ്ടി എന്ത് തന്നെ കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഒരു രണ്ട് സോൾ തമ്മിലുള്ളൊരു കണക്ഷൻ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, അതേക്കും കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഏജ് കുറവായിരിക്കാം, ചിലർക്ക് ഏജ് കൂടുതലായിരിക്കും. ഏജിൻ്റെ കാര്യം ഇവിടെ ഒരു മാറ്റർ ആയിട്ട് കാണുന്നില്ല. ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ലേഡി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്യൂട്ടായിട്ടുള്ളൊരു ലേഡിയാണ് ഇതിൽ നിൽക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, നിങ്ങളുടെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, മാനസികപരമായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ടച്ച് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ രാത്രി അടുത്തോട്ട് പോകണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് പോകാനുള്ളൊരു ക്രേവിങ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരണം, ഒന്ന് പോയി സംസാരിക്കണം, ഒന്ന് കാണണം, ഒന്ന് അടുത്ത് പിടിച്ചിരിക്കണം, ഒന്ന് കണ്ണും നോക്കണം എന്നൊക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഈ വ്യക്തിയും തമ്മിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം വ്യക്തികളുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, നിങ്ങളുടെ ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്, പക്ഷേ തൊട്ട് ഫ്രണ്ടിൽ തടസ്സമുണ്ട്. നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഡോർ നിങ്ങൾക്ക് തുറന്നു തന്നിട്ടുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക്
ഒരു ഡോർ തുറന്ന് തന്നിട്ടുണ്ട്, നിങ്ങൾക്കൊരു മന്ത്രവഴി തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ തടസ്സം കാരണം ഇവിടെ നിങ്ങൾ കയറി നിൽക്കുകയാണ്, ഈ ത്രാസമ്പടിയിൽ കയറി നിൽക്കുന്ന കാരണം ഓപ്പോസിറ്റ് നിൽക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾ ഇവിടെ പ്രശ്നങ്ങളാണ് വന്ന് നിൽക്കുന്നത്, സിറ്റുവേഷൻസ് വന്ന് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിലോട്ട് കാണാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പക്ഷേ അത് ഇറങ്ങി ചെയ്യുന്നില്ല. കുറേയധികം പേർക്ക് മടിയായിരിക്കാം, കുറേയധികം പേർക്ക് ഡിപ്രഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണാനോ അതിലോട്ട് ഇറങ്ങാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിലോട്ട് ഇറങ്ങാനുള്ള ടൈം ആയിക്കഴിഞ്ഞു. കാരണം എന്ന് പറയുമ്പം നിങ്ങൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കൊന്നും നേടാൻ പറ്റത്തില്ല. അതിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്തെങ്കിലും നേടാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ തടസ്സങ്ങൾ മുന്നിൽ വരും, നിങ്ങൾക്ക് കാണിച്ചു, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യം. ഇത് നിങ്ങൾ ആസ്വദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തടസ്സം മറികടന്ന് അപ്പുറത്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കുറേ അധികം ആൾക്കാർക്ക് ഈ ഒരു ടൈമിൽ വരുന്നത് ഫിനാൻഷ്യലി ഉള്ള പ്രത്യേക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഫിനാൻഷ്യലി അല്ലെങ്കിൽ കുറേയധികം എന്താ പറയുക തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ഫിനാൻഷ്യലി, ബിസിനസ്, കരിയർ, ഫിനാൻസ്, ജോബ് എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. കുറേയധികം ആൾക്കാർക്ക് ഈ ഒരു ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു ടൈമിനുള്ളിൽ ഈ ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം കുറേയധികം ആൾക്കാർക്ക് നിങ്ങൾക്ക് വരേണ്ട എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അധ്വാനം ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നാൾ അവിടെ എത്തിപ്പെടും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിൽ പ്ലാൻ ചെയ്യുന്നത് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ ഒരു പ്ലാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഇന്നത്തെ ചിന്താഗതി, ഇന്നത്തെ കാര്യങ്ങളായിരിക്കും നാളത്തേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നത്. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വരാൻ വേണ്ടതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ ഒരു ഫയൽ ചൂസ് ചെയ്തതിന് എനിക്കറിയാൻ പറ്റുന്നത്. കാരണം കുറച്ചധികം കാര്യങ്ങളെ ഉള്ളെങ്കിലും കുറേയധികം കാര്യങ്ങൾ ഡെപ്തായിട്ട് എനിക്ക് തൊള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതിന് പുറമെ ആൾക്കാർക്ക് വീഡിയോ പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിലിട്ട് കാണാം.